നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ടിംഗ് മെഷീൻ തകരാറിലെന്ന വ്യാജ പ്രചരണം. കേരളത്തിൽ മലപ്പുറം, ആലപ്പുഴ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാണെന്ന രീതിയിൽ വ്യാജ പ്രചരണം പരത്തുന്നത് പരാജയ ഭീതിയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെന്ന് വൻ ആരോപണം. രാവിലെ വോട്ട് തുടങ്ങിയത് മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാണെന്നും വോട്ടർ കുത്തുന്ന പാർട്ടിക്കല്ല വോട്ട് ലഭിക്കുന്നതെന്നും വ്യാജ പ്രചരണങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മാധവവിലാസം UPSൽ ഇത്തരത്തിലുണ്ടായ പ്രതിസന്ധി സാങ്കേതിക തകരാർ മൂലം മാത്രമാണെന്ന് വരണാധികാരി ജില്ലാ കളക്ടർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ സമാനമായ പ്രശ്നങ്ങളും വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പരക്കെയുള്ള ഈ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിയുമെല്ലാം നേരിട്ടെത്തി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വോട്ടിങ്ങിനെത്തുന്ന ജനങ്ങളെയും ഇനി വോട്ട് ചെയ്യാൻ വരാനിരിക്കുന്നവരെയും പ്രതിസന്ധിയിലാക്കാനും സമൂഹത്തിൽ ക്രമസമാധാനം ഇല്ലാതാക്കാനും സാമൂഹ്യദ്രോഹികൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചു വിടുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ ഉടൻ തന്നെ ക്രിമിനൽ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യങ്ങളാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ പോളിംഗ് ശതമാനം പോകുന്നത്. ഇപ്പോൾ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം 40% പോളിംഗ് എത്തിക്കഴിഞ്ഞു. 2019 ലോക്സഭാ ഇലക്ഷനെ ജനങ്ങൾ വളരെ യുക്തിയോടെയും ആസൂത്രിതമായി തന്നെയുമാണ് സമീപിക്കുന്നതെന്നുള്ള തെളിവുകളാണ് ഇത്തരത്തിലുള്ള പോളിംഗ് ശതമാനം തെളിയിക്കുന്നത്. എന്നാൽ പോളിംഗ് കൂടുമ്പോഴും വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് വളരെ നല്ല രീതിയിലുള്ള അസഹിഷ്ണുത മനോഭാവമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പലപ്പോഴും BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് മെഷീനുകളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് കൗതുകകരം. അതുകൊണ്ട് തന്നെ പരാജയ ഭീതിയിലുള്ള പാർട്ടി മുന്നണി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നതാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നതും ആരോപണം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിധി നിർണ്ണയം നടക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഉറവിടങ്ങൾ കണ്ടെത്തി അവർക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.